ഹലോ നമസ്കാരം. രേണുസുതിയാണ്. രേണുസുതിയുടെ വീഡിയോ ലീക്കായെന്ന് പറഞ്ഞ് ഒരുത്തൻ ഇട്ടിട്ടുണ്ട്. ഇവനൊക്കെ സബിനകത്ത് കയറിയിരുന്ന് ആസ്വദിച്ചിട്ടാണ് ഇവനൊക്കെ ഇങ്ങനെ പുറത്തു വിടുന്നത്. ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്നലെ ഷെഫീനത്താന്റെ ചാനലില് പിന്നെ ഒത്തിരി യൂട്യൂബ് ചാനൽസിന്റെ അകത്ത് രേണുവിന്റെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ലീക്ക് ചെയ്തു. മെയിനായിട്ട് ലൈവ് പോയ ഒരു വീഡിയോ ആണ് ലീക്ക് ചെയ്യുന്നത്. അതിൽ സബ്സ്ക്രിപ്ഷൻ ആരാധകർ പറയുന്നത് പ്രമാണിച്ച് നാക്കിട്ട് കളിക്കൂ എന്ന് പറയുമ്പോൾ ചുണ്ടിനു ചുറ്റും ഇങ്ങനെ നാക്ക് ഓടിച്ചിട്ട് വൃത്തികെട്ട കോഷ്ടികളും ആംഗ്യങ്ങളും കാണിക്കുന്ന ഒരു വീഡിയോ, വയറ് കാണിക്കാനും പൊക്കിള് കാണിക്കാനും പറയുമ്പോൾ അത് പൊക്കി കാണിച്ചു കൊടുക്കുന്ന വീഡിയോ, ഇതാണ് പബ്ലിക്കായ ആ ലൈവ് വീഡിയോ. പോരാത്തതിന് ഷെഫീനത്താന്റെ ചാനലിൽ ഇവർ അത് AI നിർമ്മിത ചാറ്റായിരിക്കും, അല്ലെങ്കിൽ എനിക്കത് ഓർമ്മയില്ല, ഒരു ചായ കുടിക്കണമെങ്കിൽ എൻ്റെ മാനേജറെ കോൺടാക്ട് ചെയ്യൂ എന്നൊക്കെ പറയലുണ്ടെന്ന് പറഞ്ഞിട്ട് തപ്പിട തരിയിട കളിക്കുന്ന ഒരു ഡയലോഗടി ഉണ്ടല്ലോ, അതിന് മറുപടിയായിട്ട് ഷെഫീനത്താന്റെ ചാനലിൻ്റെ അകത്ത് തന്നെ പുള്ളിക്കാരി എന്ത് ചെയ്തു, ആ ചാറ്റിന്റെ ബാക്കി പൊക്കിളെന്ന് അയാൾ പറയുന്ന സമയത്ത് പുള്ളിക്കാരി അതിനൊരു മറുപടി പോലും കൊടുക്കുന്നില്ല. പുള്ളിക്കാരി ഇട്ട് ഏതോ ഒരു സ്റ്റോറി ബൂസ്റ്റ് ചെയ്തിട്ട് എങ്ങാണ്ടുമാണ് പുള്ളിക്കാരൻ അതിന് പൊക്കിളെന്ന് പറഞ്ഞിട്ട് മറുപടി കൊടുക്കുന്നത്. അത് കണ്ടിട്ടും അതിന്റെ താഴെ പിറ്റേ ദിവസമാണെന്ന് അറിയത്തില്ല, ഞാൻ ചാറ്റ് ഇവിടെ വെക്കാം, അത് കഴിഞ്ഞതിന് ശേഷം പുള്ളിക്കാരി ഹാർട്ടിന്റെ ചിഹ്നമൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. സോ പുള്ളിനോട് ഈ വക വർത്താനം പറയുന്നത് പുള്ളിക്കാരി എൻജോയ് ചെയ്യുന്നുണ്ട്. എന്നിട്ടാണ് മീഡിയയ്ക്ക് മുമ്പിൽ വന്നിട്ട് പറയുന്നത് ഒരു ചായ കുടിക്കാൻ പ്ലീസ് കോൺടാക്ട് മൈ മാനേജർ എന്ന് പറയുന്നതിൽ എന്താണ് ലൈംഗിക ചൊവ്വ എന്ന്. ഇപ്പൊ മനസ്സിലായോ? ഒരു വ്യക്തി ഒരു സ്ത്രീനോട്, ഒരു പരിചയമില്ലാത്ത ഒരു സ്ത്രീയുടെ അടുത്ത് വന്നിട്ട് പൊക്കിളെന്ന് പറയുമ്പോൾ ചിരിച്ച് കിണിച്ച് കേട്ട് നിൽക്കാൻ പറ്റുന്ന ഒരു സ്ത്രീത്വം എന്ന് പറയുന്നത് നിങ്ങളും ശാരീരികയും പിന്നെ നിങ്ങളുടെ കൂടെയുള്ള കൂട്ടുകാരികളൊക്കെ ആയിരിക്കും. വേറെ സ്ത്രീകളാണെങ്കിൽ രണ്ടെണ്ണം പറയും. അപ്പൊ നിങ്ങളുടെ താല്പര്യം എന്താണോ അത് തന്നെയാണ് അയാൾ അവിടെ പ്രകടിപ്പിച്ചുകൊണ്ടിരുന്നതെന്ന് സാരം. ഇനി അധികം ദീർഘിപ്പിക്കുന്നില്ല. ഇന്നലെ പുറത്തുവിട്ട ലൈവ് വീഡിയോക്കെതിരെ പ്രതികരിച്ചിട്ട് രേണു ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കുറച്ച് സമയം മുമ്പ്. അതൊന്ന് റിപ്ലേ ചെയ്യാട്ടോ. ഹലോ നമസ്കാരം. രേണുസുതിയാണ്. രേണുസുതിയുടെ വീഡിയോ ലീക്കായെന്ന് പറഞ്ഞ് ഒരുത്തൻ ഇട്ടിട്ടുണ്ട്. ഇവനൊക്കെ സബിനകത്ത് കയറിയിരുന്ന് ആസ്വദിച്ചിട്ടാണ് ഇവനൊക്കെ ഇങ്ങനെ പുറത്തു വിടുന്നത്. എന്ത് ആസ്വദിക്കാൻ? എന്ത് കണ്ട് ആസ്വദിച്ചിട്ട് പുറത്തു വിടുന്നു എന്നാണ് നിങ്ങൾ പറയുന്നത്? അത് ആസ്വദിക്കുന്ന ആൾക്കാർ പറയുന്നത് പ്രകാരം നിങ്ങൾ പല ഗോഷ്ഠികളും ചേഷ്ടകളും അതിൽ കാണിക്കുന്നുണ്ട്. ബാക്കിയുള്ളവർ അത് പുറത്തു വിടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തനി കുണം നാട്ടുകാരെ അറിയാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് വളർന്നു വരുന്ന 2 മക്കളുണ്ട്, അതിലൊന്ന് പിടുങ്ങി മോനാണ്. പോരാത്തതിന് ഒന്ന് അറിവായിട്ട് തന്നോളം വലിപ്പമുള്ള വേറെ നിങ്ങൾ തന്നെ മകനെന്ന് അവകാശപ്പെടുന്ന ഒരു കുട്ടി. ആ കുട്ടി പൊതുസമൂഹത്തിൽ ഇറങ്ങി നടക്കുമ്പോൾ അമ്മേന്റെ ചേഷ്ടകളും നാക്കിട്ട കളികളും കാണുക, കളിയാക്കുക, മറ്റുള്ളവരത് വിലയിരുത്തുക, സോഷ്യൽ മീഡിയ തുറക്കുന്ന സമയത്ത് ഇങ്ങനത്തെ തംബ്ലൈൻസ് കാണുക എന്നൊക്കെ പറയുമ്പോൾ അത് ആ കുട്ടികളെ മെന്റലി ബാധിക്കും. ഒന്നുമില്ലെങ്കിൽ അവൻ്റെ അച്ഛൻ്റെ ഭാര്യയായിരുന്നു നിങ്ങൾ. ആ ഒരു ഇതിൽ അവൻ്റെ അച്ഛനും കൂടെ മാനക്കേടാണ് നിങ്ങൾ. അപ്പോൾ അവൻ അതിൻ്റെതായ നാണക്കേടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നിങ്ങളുടെ സ്വഭാവം പുറത്തറിയാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ മീഡിയയ്ക്ക് മുമ്പിൽ വന്നിട്ട് 4 ഡയലോഗ് വേറെ പറയും, അത് കഴിഞ്ഞ് മാറി നിന്ന് പിന്നെ വേറെ നല്ല പിള്ള ചമി. സബ്സ്ക്രിപ്ഷൻ വീഡിയോ കിട്ടിയിട്ട് നിങ്ങൾ കുട്ടികൾക്ക് അന്നദാനം, അനാഥാലയത്തിന് വെറുതെ പൈസ കൊടുക്കും, ഇതൊക്കെയല്ലേ പറഞ്ഞേ? അതിലും നല്ലത് അവരൊരു നേരം പട്ടിണി കിടക്കുന്നതാ. ഈ വക വൃത്തികേടും അനാവശ്യങ്ങളും കാണിച്ച് നിങ്ങൾ അവിടെ കൊണ്ടു കൊടുക്കുന്ന പൈസക്ക് ഈ വക വൃത്തികേടുകളുടെ രുചിയായിരിക്കും. സത്യം പറഞ്ഞാൽ അതൊരു ലൈവായിരുന്നു. സബിനകത്ത് ലൈവ് പോയതല്ല, ഞാൻ ആൾക്ക് പേഴ്സണലി ചാറ്റ് ചെയ്തോ വീഡിയോ കൊടുത്തോ അല്ല. ആദ്യം നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അയ്യോ, ആരും തെറ്റിദ്ധരിച്ചേക്കല്ലേ. ഇതുവരെ ആർക്കും ഒരു തെറ്റിദ്ധാരണയില്ല നിങ്ങളുടെ പെരുമാറ്റത്തിനകത്ത്. അതിനകത്ത് വരുന്ന ക്വസ്റ്റ്യൻസ് പ്രകാരം നിങ്ങൾ ചുണ്ടിന് പൊട്ടലുണ്ട് ഇല്ല എന്നൊന്നും ഞങ്ങളാരും നിഷേധിക്കുന്നില്ല, ഉണ്ടായിരിക്കാം. പക്ഷെ അതിൽ അവർ പറയുന്ന കമന്റിനനുസരിച്ച് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാവരും കണ്ടതാ. മലന്ന് കിടന്നിട്ട്, അല്ലെങ്കിൽ ഞാൻ കാണിച്ചിട്ട് ഇവിടെ ഒരു വീഡിയോ വെക്കട്ടോ. ഈ വീഡിയോയിൽ പുള്ളിക്കാരി കളിക്കുന്ന സമയത്ത് ഇതാക്കുമ്പോഴൊക്കെ ഇവിടെ ചെസ്റ്റ് ഇങ്ങനെ പൊത്തി പിടിച്ചുകൊണ്ടാണ് പുള്ളിക്കാരി വീഡിയോ ചെയ്യുന്നത്. പക്ഷേ സബ്സ്ക്രിപ്ഷന്റെ ലൈവിനകത്തും വീഡിയോസിനകത്തോട്ടും കൂടെ വരുന്ന സമയത്ത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇങ്ങനെ മലന്ന് കിടന്നിട്ടും പല ആംഗിളിൽ നിന്നും ചെരിഞ്ഞു കിടന്നിട്ടും കുനിഞ്ഞു നിന്നിട്ടൊക്കെ പല ആംഗിളുകളിൽ നിന്ന് പുള്ളിക്കാരി വളരെ വിശാലമായി തന്നെ സബ്സ്ക്രിപ്ഷൻ ചെയ്ത ആണുങ്ങൾക്ക് അത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. കുട്ടന്മാരാണ് എല്ലാവരും. ഞാൻ ഇന്നലെ ഉച്ചയ്ക്ക് ലൈവ് പോയതാണ്, മനസ്സിലായി. ഒരുപാട് നാളായി ലൈവ് പോയിട്ട് അങ്ങനെ ലൈവ് പോയതാണ് ഞാൻ. ആ ലൈവ് പോയ വീഡിയോ ആണ് ആസ്വദിച്ചിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് പുറത്ത് വിട്ടിട്ടുള്ളത്. അയ്യോ, ആസ്വദിക്കുക. ഇത് കേൾക്കുന്ന സമയത്താണ് മനുഷ്യന് ഏറ്റവും കൂടുതൽ ഭ്രാന്ത് പിടിക്കുന്നത്. എന്തോ കണ്ട് ആസ്വദിക്കാനാണ് നിങ്ങളെ? എന്ത് കണ്ട് ആസ്വദിക്കാനാണ്? നാട്ടിലെ ലൈംഗിക ദാരിദ്ര്യം അനുഭവിക്കുന്ന പുരുഷന്മാരുടെ കാര്യം മുതലെടുത്തുകൊണ്ട് അവിടെ നിന്ന് കുറച്ച് പൈസ ഊറ്റിയിട്ട് അവരെ ഫ്രീ ആയിട്ട് പോയി ചായ കുടിക്കാൻ പോയി കാണുകയും അവർ പറയുന്ന എല്ലാ വൃത്തികേടുകളും അനാവശ്യങ്ങളും ചേഷ്ടകളും ഗോഷ്ഠികളും പ്രവർത്തകളും വഴി ആളുകളെ കാണിപ്പിച്ച് സൂചിപ്പിക്കുന്ന ഒരു വൃത്തികെട്ട സ്ത്രീയാണ് നിങ്ങൾ. അങ്ങനെയുള്ള നിങ്ങളെ കണ്ട് ആസ്വദിക്കാനായിരിക്കില്ല, നിങ്ങൾക്കിട്ട് പാര പണിയാനായിരിക്കും സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ട് മിക്കവാറും വീഡിയോസ് ഡൗൺലോഡ് ചെയ്തിട്ട് ലീക്ക് ചെയ്യുന്നത്. മനസ്സിലായോ? അത് ചിന്തിക്കാനുള്ള ബോധം പോലും ഇല്ലേ? ഏതാളും ഏത് നാറിയാണേലും എടാ നാണം കെട്ട നാറികളെ. എന്തായാലും ഈ ഡയലോഗിന് ഒരു മറുപടി പറഞ്ഞേ പറ്റുള്ളൂ. നിങ്ങളുടെ അത്ര നാണം കെട്ട നാറികളല്ല ഈ വീഡിയോ ചെയ്യുന്ന ആരും തന്നെ, ഇത് ലീക്ക് ചെയ്ത ആളും തന്നെ. കാരണം നിങ്ങളൊരു വിധവയാണ്. അയ്യോ, വിധവകൾക്ക് വേണ്ടി സംസാരിക്കുന്ന വേറെ വിധവകളൊക്കെ എവിടെ ഓടിച്ചാടി വരും? അവരൊരു വിധവയല്ലേ, അവരെങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ. വിധവകൾക്ക് മാതൃക
വിധവകൾക്ക് മാതൃക. നിങ്ങൾ ഒരു കുറച്ചു കാലം മുമ്പ് ഒരു ആൾക്കാർ പറഞ്ഞാണ് ഈ സ്ത്രീ അങ്ങനെയുള്ള ആൾക്കാർക്ക് പ്രചോദനമാണ്. അതെ, ഭയങ്കര പ്രചോദനമാണ്. നിങ്ങൾ വിധവകളായ സ്ത്രീകൾക്ക് എല്ലാവർക്കും ഒരു വരുമാന മാർഗം കാണിച്ചു തന്നേക്കാണ് രേണു സുധി. ആരും പുറത്ത് മാന്യം മര്യാദയ്ക്ക് അധ്വാനിച്ച് പണിക്കൊന്നും പോകണ്ട, വീട്ടിലിരിക്കുക, സബ്സ്ക്രിപ്ഷൻ ചാനൽ തുടങ്ങുക, പുള്ളിക്കാരിൻ്റെ അടുത്ത് കുറച്ച് ടിപ്സും കാര്യങ്ങളും ചോദിക്കുക, ഇതേമാതിരി തുണി പറിച്ചിട്ട് ലൈവിൽ ആടുക, അവർ പറയുന്ന വൃത്തികേടുകൾ കാണിച്ചു കൊടുക്കുക, ചെയ്തു കൊടുക്കുക, അവിടെ സൂചിപ്പിക്കുക. നിങ്ങളുടെ പൈസ നിങ്ങൾക്ക് വീട്ടിൽ കിട്ടും, വീട്ടിൽ നിന്ന് എങ്ങോട്ട് ഇറങ്ങണ്ട, ഒരു പടിക്ക് പോലും പുറത്തോട്ട് ഇറങ്ങണ്ട. അങ്ങനെ ഇരുന്ന് ഇവർ പറയുന്ന പോലെ ചെയ്താൽ മതി. വിധവകളുടെ മാതൃക, ആരാധനാപാത്രം. ഇവരാണ് വിധവകളെ റെപ്രസെന്റേറ്റ് ചെയ്തു എന്ന് ബിഗ് ബോസ് പോയിട്ട് രായ്ക്ക് നാമാനം തുപ്പിക്കൊണ്ടിരുന്നത്. ഇതൊക്കെയാണോ നിന്റെ പരിപാടി? നാണമില്ലാത്ത നാറികളെ. എടാ, എന്റെ ചുണ്ട് നിങ്ങൾ നോക്ക്. ഇത് കണ്ട, ഈ ചുണ്ട് പൊട്ടിയിരിക്കണം. കുറച്ച് ദിവസമായിട്ട് എന്തോ കാലാവസ്ഥയുടെ പ്രശ്നമാണെന്ന് തോന്നുന്നു, ചുണ്ടെല്ലാം പൊട്ടിയിരിക്കുകയാണ്. അപ്പം ഞാൻ അതാണ് ലൈവിൽ വന്ന് കാണിച്ചു തന്നത്, നിങ്ങളുടെ ഇങ്ങനെ കാണിച്ചു തന്നത്. മനസ്സിലായോ? അത് മനസ്സിലായി. അത് ഒരു കാണിക്കൽ കഴിഞ്ഞാൽ ചിലപ്പം നമ്മൾ ചുണ്ട് ഓട്ടോമാറ്റിക്കലി സംസാരിക്കുമ്പോൾ നനയ്ക്കും. ഇനിയിപ്പോൾ മുറി ഉണ്ടെങ്കിലും സാധാരണ ചുണ്ട് പൊട്ടിയിരുന്ന തുപ്പലയിൽ അങ്ങനെ ആക്കരുത് എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇവരുടെ നാട്ടിൽ വേറെ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ, ഇനി ഇവിടെ വേറെ വ്യത്യാസം ഉണ്ടായിട്ടാണോ എന്നറിയില്ല. അപ്പം ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കുറേ നേരിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. പോരാത്തതിന് അതിൽ അങ്ങനെ ഒരു കമൻറ്റ് കൂടി ഉണ്ടായിരിക്കുക എന്ന് പറയുന്നത്, നിങ്ങൾ പറയുന്നത് വിശ്വസിക്കാൻ വേണ്ടി പറ്റുമോ? അതിൽ അങ്ങനെ ഒരു കമൻറ്റ് ഉണ്ട്, ചേച്ചി നാക്കിട്ട് ഇങ്ങനെ ആക്കി കളിക്കുക എന്നുള്ളത്. ആ കമൻറ്റ് കണ്ടിട്ടാണ് പുള്ളിക്കാരി ഈ വക തൊട്ടിത്തരങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ആ വീഡിയോ ആണ് ലൈവ് ആള് റെക്കോർഡ് ചെയ്തിട്ട് പുറത്ത് വിട്ടിട്ടുള്ളത്. എന്നിട്ട് പുള്ളിക്കാരി കിടന്ന് ഉരുളുക, ഞാൻ എൻ്റെ ചുണ്ട് പൊട്ടിയത് നനച്ചതാണ്, അതാണ് നിങ്ങൾ ലൈവിൽ കണ്ടത്. പെണ്ണും പിള്ളേ. നീ എന്താ ഓർത്ത ഞാൻ ഇനി ലൈവ് പോകത്തില്ല? സബ്ബില്ല, ഞാൻ ഇനിയും ലൈവ് പോകും. എനിക്ക് നിന്നെ പേടിച്ചിട്ടേ ലൈവ് പോകാതിരിക്കാൻ പറ്റത്തില്ല. നീ വന്ന് ഇനി സ്ക്രീൻഷോട്ട് എടുത്ത് പുറത്ത് വിടടാ. നീ ഞാൻ വിടടാ, ഒരു കുഴപ്പമില്ല കേട്ടോ. ചേച്ചീൻ്റെ പെർമിഷൻ ഉണ്ട്. ഇനിയിപ്പോൾ വിട്ട് കഴിഞ്ഞാലും കേസ് കൊടുക്കാനോ അതേമാതിരി റിയാക്ഷൻ വീഡിയോയ്ക്കോ ചേച്ചി വരില്ല. കാരണം അത്രയ്ക്കുണ്ട് ചേച്ചീൻ്റെ തനിക്കോണം, തനി സ്വഭാവം. ഒരു കാര്യം ചെയ്യും, ഈ ലൈവും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടെ ഒരു ഇതിന് വേണ്ടിയിട്ട് തങ്കപ്പൻ ചേട്ടനെയും ചേച്ചീനെയും ഭർത്താവിനെയും എല്ലാവരെയും അടുത്തിരുത്തി ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടെ ഒരാളും ബഹളവും ഒക്കെ ഉണ്ടാകും, കുറച്ചും കൂടെ ഒന്നുകൂടെ വൈറലാവും. അത് കുറച്ചും കൂടെ ലൈംഗിക ചുവ ഇല്ലാത്ത പരിപാടികളാണ്. ഇതൊക്കെ കാണട്ടോ നിങ്ങൾ. ഈ വീഡിയോസ് ഞാൻ കാണിച്ചു തരാം. ഈ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾ പറ, അത് ലൈംഗിക ചുവ ഇല്ലാത്തതാണോ, ഇനി പുള്ളിക്കാരി ഇന്നലെ കഴിച്ച മത്തിക്കറീൻ്റെ ചുവയാണോ എന്നുള്ളതൊക്കെ കേട്ടോ. ഇനി ഇതാ ഇവിടെ ഈ കാണിക്കാൻ പോകുന്നതാണ് ഇന്നലെ പുറത്തിറങ്ങിയിട്ടുള്ള അവരുടെ ലൈവ് വീഡിയോ. ഈ വീഡിയോയ്ക്കകത്ത് അവർ തുടക്കം തൊട്ട് കാണിക്കുന്ന പല വൃത്തികേടുകളും നിങ്ങൾക്ക് വിസിബിളി കാണാൻ വേണ്ടി പറ്റും. ക്യാമറയ്ക്ക് മുമ്പിൽ കുനിഞ്ഞിരുന്ന് കാണിച്ചു കൊടുക്കുന്നു, അത് കറക്റ്റ് ആവില്ല എന്ന് കരുതി പുറകോട്ട് മാറിയിരുന്ന് വ്യക്തമായിട്ട് ഇരുന്ന് കാണിച്ചു കൊടുക്കുന്നു. ഡ്രസ്സ് ശരിയാ, നമ്മളൊക്കെ ക്യാമറ കമത്തി വെച്ചിട്ടാണ് ഡ്രസ്സെങ്കിലും ശരിയാക്കുക. ക്യാമറ മുമ്പിലുണ്ടെങ്കിൽ ബാത്റൂം പോകുമ്പോൾ പോലും ഫോൺ ഉണ്ടാവാത്ത ആൾക്കാരുണ്ട് ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ. അങ്ങനെയുള്ളൊരു പുള്ളിക്കാരി വന്നിരുന്നിട്ട് ക്യാമറ മുമ്പിൽ നിന്ന് എന്താണ് ഡ്രസ്സ് ശരിയാക്കുന്നു, കുറച്ചുകൂടെ കാണിക്കി, പൊക്കിൾ കാണിക്കി, വട കാണിക്കുന്നൊക്കെ ആൾക്കാർ പറഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിലാണ് പുള്ളിക്കാരി ഇതൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ലൈവിനകത്ത് ആൾക്കാർ കമൻ്റ് ഇടല്ലോ, അങ്ങനെ ചെയ്യ്, ഇങ്ങനെ ചെയ്യ്, അത് ചെയ്യ്, ഇത് ചെയ്യ്. അപ്പോൾ അവരെ ത്രസിപ്പിക്കാനും സൂചിപ്പിക്കാനും വേണ്ടിയിട്ടാണ് പുള്ളിക്കാരി ഈ വക കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡ്രസ്സ് പൊക്കുന്നു, കെട്ടുന്നു, പാൻറ് താഴ്ത്തുന്നു, പൊക്കിൾ കാണിച്ചു കൊടുക്കുന്നു, ശേഷം കമന്ന് കിടക്കുന്നു, മലന്ന് കിടക്കുന്നു, ചെരിഞ്ഞ് കിടക്കുന്നു, ബ്രസ്റ്റിൻ്റെ സൈഡ് അങ്ങനെ ചെരിയുന്നത് ഇങ്ങനെ ചെരിയുന്നതെല്ലാം വളരെ വിസിബിളായിട്ട് ആൾക്കാർക്ക് കാണിച്ചു കൊടുക്കുന്നു. ശേഷം നാക്കിട്ട് കളിക്കാൻ വേണ്ടി പറയുമ്പോൾ ആളുകൾക്ക് അറപ്പും വെറുപ്പും തോന്നി മുഖത്ത് കാർക്കിച്ച് തുപ്പാൻ തോന്നുന്ന തരത്തിലൊക്കെ നാക്കിട്ടിട്ട് ഓരോ ഗോഷ്ഠികളും വൃത്തികേടുകളും അനാവശ്യങ്ങളും കാണിക്കുന്നു. എന്നിട്ട് അത് പോരാത്തതിന് ഞാൻ പോവാണ്, പോരാത്തതിന് അതിലൊരു കമൻറ്റും കൂടെ. ഓക്കെ, ശരി, സമ്മതിച്ചു, ചുണ്ട് പൊട്ടിയത് കൊണ്ടാണ് നിങ്ങൾ നാക്കിട്ടിട്ട് ഇങ്ങനെ ആക്കിക്കൊണ്ടിരുന്നത്, ശരി, സമ്മതിച്ചു. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ അതിന് കടിക്കല്ലേ, ചുണ്ട് പൊട്ടിയിരിക്കുക, ലൈവിൽ ആരോട് കടിക്കല്ലേ എന്നാ പറഞ്ഞത് കേട്ടോ? കടിക്കല്ലേ, മുറിഞ്ഞിരിക്കുക, ആരോട് കടിക്കല്ലേ എന്നാ പറഞ്ഞേ? കടിക്കല്ലേ, ചുണ്ട് പൊട്ടിയിരിക്കുക ലൈവിനകത്ത്. തൊട്ടടുത്ത് നിങ്ങളെ പിടിച്ച് കടിക്കാൻ അവിടെ വല്ല പട്ടി ഇരിപ്പുണ്ടായിരുന്നോ, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നോ? അപ്പം അല്പം നുണ പറയുമ്പോൾ ഇത്തിരിയെങ്കിലും മാന്യതയോടുകൂടി പറ സ്ത്രീയെ, ഇച്ചിരിയുടെ മാന്യതയോടെ പറ, വിശ്വസിക്കാൻ പറ്റുന്ന കള്ളങ്ങൾ പറ. കടിക്കല്ലേ, ചുണ്ട് പൊട്ടിയിരിക്കുക എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരി ഇപ്പോൾ വന്നിട്ട് വേറെ കൊണയടിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് പൂവാന്ന് പറഞ്ഞിട്ട് പോകുന്നില്ല. പാട്ട് പാടാൻ പറയുമ്പോൾ വസീകര ഏതോ ലിറിക്സൊക്കെ എടുത്ത് വെച്ച് പാടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ വരുന്ന കമൻ്റ് ഇടുന്ന ആൾക്കാരെ സൂചിപ്പിക്കാൻ വേണ്ടി മാക്സിമം എന്തു ചെയ്യാനും രേണു ചേച്ചി തയ്യാറാണ്. ആ ഋതപ്പൻ കുറച്ചും കൂടെ വലുതാകുമ്പോൾ അമ്മേൻ്റെ സബ്സ്ക്രിപ്ഷൻ പൈസ കൊടുത്ത് കാണാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. തള്ളെ, നിങ്ങളുടെ കൊച്ചാണത്. തള്ള ഇങ്ങനെയൊക്കെയാണെന്ന് അറിയുമ്പോൾ അതിന് വഴിതെറ്റി പോകാൻ വേറെ ഒന്നും വേണ്ട. നിങ്ങളോ അടുത്തില്ല, സ്വന്തം തള്ള ഇമ്മാരി ഒരു പമ്പര വെടി പറയുന്നില്ല ഞാൻ, മോശമാണ്, എന്നാലും അങ്ങനെ ഒരു സ്ത്രീയാണ് എന്ന് അറിയുമ്പോൾ ആ കുട്ടിക്ക് ഉണ്ടാകുന്ന മെൻ്റൽ ട്രോമ, അത് സമൂഹത്തിന് അനുഭവിക്കുന്ന ഒറ്റപ്പെടൽ, അവഗണന, മറ്റുള്ളവർ ചിരിക്കുന്ന സമയത്ത് അയ്യോ ഇതിനെ കളിയാക്കിയിട്ടാണോ, ഇനിയിപ്പോൾ ഇത് അമ്മേൻ്റെത് അറിഞ്ഞിട്ടാണോ, അല്ലെങ്കിൽ എന്നോട് ചിരിക്കുകയാണോ, വേറെ എന്തെങ്കിലും പറഞ്ഞ് ചിരിക്കുകയാണോ, വേറെ ആരോടെയും ചിരിക്കുകയാണോ, ഈ ഒരു സാധനമായിരിക്കും ആ കുട്ടീൻ്റെ തലയിൽ. അതുപോലും ചിന്തിക്കാത്ത നിങ്ങൾ എന്ത് തള്ളയാണ്, നിങ്ങൾ എന്ത് അമ്മയാണ്?
നിങ്ങൾ എന്താ അമ്മയാണ് എന്നിട്ട് പറയാ, എന്നിട്ട് മീഡിയയ്ക്ക് മുമ്പിൽ വന്നിട്ട് അതിലെന്താ ലൈംഗിക ചുവ? എനിക്കറിയത്തില്ല. അത് നിങ്ങളിപ്പോൾ ഈ കാണിച്ച ഇത്രയും പ്രവർത്തികളിലും ഒരു ലൈംഗിക ചുവയില്ല. അയാൾ അയച്ച പൊക്കിളെന്ന് പറയുന്ന കമൻറ്റിനും ഒരു ലൈംഗിക ചുവയില്ല. ഡയറക്റ്റ് മീറ്റ് ചെയ്യാൻ എത്ര രൂപയെന്ന് പറയുന്നതിലും ലൈംഗിക ചുവയില്ല. അത് കഴിഞ്ഞതിന് ശേഷം ഈ തുടക്കി കാഴോട്ട് എന്തോ ഒരു എണ്ണ ഓയിൽ ഏതാണ്ട് ഇട്ടിട്ട് മസാജ് ചെയ്യുന്ന വീഡിയോസ് പ്രദർശിപ്പിച്ചതിൽ ലൈംഗിക ചുവയില്ല. ഒന്നിനും ലൈംഗിക ചുവയില്ല. പിന്നെ ഇങ്ങനെ കമ്മു കിടന്നും ചെരിഞ്ഞു കിടന്നും ബ്രേസീർ പോലും ഇടാതെ കമ്മു കിടന്നും ചെരിഞ്ഞു കിടന്നും ബ്രസ്റ്റ് ഇങ്ങനെ മാക്സിമം എത്രത്തോളം കാണിക്കാൻ പറ്റും. ആ ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഒരു ലിമിറ്റ് ഉണ്ടാവില്ല, ഇത്ര കാണിച്ചാൽ മതി, അതിൽ കൂടുതൽ കാണിച്ചാൽ ചാനൽ പൂട്ടിക്കുന്നു. ആ ലിമിറ്റിൻ്റെ അങ്ങേയറ്റം വരെ നിങ്ങൾ അത്രയും വ്യക്തമായിട്ട് പലതും തിരിഞ്ഞും കിടന്നും കാണിച്ചു കൊടുക്കുന്നു, ഇളക്കി കാണിക്കുന്നു, കുലുക്കി കാണിക്കുന്നു. എന്തൊക്കെ വൃത്തികേടാണ് നിങ്ങൾ കാണിക്കുന്നത്. നിങ്ങളൊരു വിധവയാണോ? സുതിയുള്ള സമയത്ത് നിങ്ങൾക്ക് ഇതൊന്നും പറ്റത്തില്ല, അത് ശരിയാ. ഇപ്പോൾ സുതി മരിച്ചതിന് ശേഷം ലോട്ടറി അടിച്ചാൽ മതി, സ്വന്തം അങ്ങോട്ട് എന്ത് അഴിഞ്ഞാടി നടന്നാലും ഒരു കുഴപ്പമില്ല. അച്ഛനൊന്നും പറയില്ല, അച്ഛന് പൈസ കിട്ടിയാൽ മതി, മോളെ എങ്ങനെയെങ്കിലും പൊക്കോട്ടെ, ആരെ കൂടെ വേണേൽ പൊക്കോട്ടെ, എന്ത് വേണമെങ്കിൽ ചെയ്തോട്ടെ, പുള്ളിക്കാരനൊക്കെയാണ്. അമ്മയ്ക്കും കുഴപ്പമില്ല, ചേച്ചിക്കും കുഴപ്പമില്ല, ചേച്ചിയുടെ ഭർത്താവിനും കുഴപ്പമില്ല. മക്കൾ പിന്നെ പിടുങ്ങലാണല്ലോ. ഒരു കിച്ചുവിന് എന്നെ പറയാനുള്ള വോയിസ് ഇല്ലല്ലോ, സ്റ്റെപ്പ് മദർ ആണല്ലോ, അമ്മയല്ലല്ലോ. നീ എന്നോട് ചോദിക്കാനാടാ, ഞാൻ നിൻ്റെ അമ്മയൊന്നും അല്ലല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നു ആ ഒരു ബന്ധം അവിടെ. അതുകൊണ്ട് അവനധികം കൂടുതലായിട്ട് സംസാരിക്കാനൊന്നും കഴിയൂല. പക്ഷേ വളർന്നു വരുന്ന മകൻ ഋതപ്പൻ, അത് നിങ്ങൾക്ക് വല്ലാത്തൊരു വെല്ലുവിളിയായിരിക്കും. ഇപ്പോൾ വേണമെങ്കിൽ എഴുതി വെച്ചു. പിന്നെ ശാരിക KB ഒക്കെ എവിടെ? വിധവകളാണ്, മാന്യമായി ജീവിക്കുന്നു. ഇതാണോ മാന്യത? ഇങ്ങനെയൊക്കെ മാന്യമായി ജീവിക്കും. അതാ കണ്ടോ, ഇതാണ് ഞാൻ പറഞ്ഞ വീഡിയോ. എന്താണ്, കാലിനകത്ത് അരയ്ക്ക് കീപ്പോട്ട് അല്ല, ഇവിടെ ചെറിയൊരു ഷഡ്ഡി പോലത്തെ ഒരു ട്രൗസർ, അങ്ങനെ ഏതാണ്ട് ഒരു ട്രൗസർ ഇട്ടുകൊണ്ട് കയ്യിൽ എണ്ണ എടുക്കുന്നു, കാലിൽ ഇങ്ങനെ വളരെ വ്യക്തമായിട്ട് മസാജ് ചെയ്ത് ഇങ്ങനെ ആൾക്കാരെ കാണിപ്പിച്ച് ഇങ്ങനെ ഇതാക്കുന്നു, ചെരിഞ്ഞു കിടക്കുന്നു, കാണിക്കുന്നു, മലന്ന് കിടക്കുന്നു, കുലുക്കുന്നു, ഇരിക്കുന്നു, കുലുക്കുന്നു. ശാരിക KB എവിടെ? പിന്നെ പുള്ളിക്കാരിൻ്റെ കമ്പനിക്കാരികൾ ഉണ്ടായിരുന്നല്ലോ, മാന്യമായ രീതിയിലാണ് ജീവിക്കുന്നത്. രേണു ആൾക്കാർക്ക് പ്രചോദനമാണ്, മാതൃകയാണ്. ഇങ്ങനെയാണോ പെൺകുട്ടികൾക്ക് മാതൃകയാവേണ്ടത്? ഇങ്ങനെയാണോ ഒരു വിധവയായ സ്ത്രീ മറ്റ് വിധവകൾക്ക് മാതൃകയാവേണ്ടത്? അപ്പോൾ അധ്വാനിച്ച് കുടുംബം പോറ്റുന്ന വിധവകളായ സ്ത്രീക്ക് നാട്ടിൽ വിലയൊന്നും ഇല്ലേ? അപ്പോൾ ഇവർക്കാണോ വില? കഷ്ടം. അതിനെ വളം വെച്ച് കൊടുക്കാം പെണ്ണുങ്ങളെന്ന് പറഞ്ഞ് കൂടെ നടക്കുന്ന കുറച്ച് ചെകുത്താന്മാരും, പിന്നെ ശാരികേൻ്റെ കൂടെ നടക്കുന്ന കുറച്ച് പെണ്ണുപിള്ളേർക്ക് ഉണ്ടല്ലോ, ഈ രേണുവിൻ്റെ കട്ട് ഓഫ് കമ്പനികൾ, ഈ തന്നെ സജീനയോ അങ്ങനെയുള്ള ആരാണ്ടൊക്കെയോ. നിങ്ങളൊക്കെ ഒന്ന് ഉപദേശിക്കണം, കൂട്ടുകാരല്ലേ. നിങ്ങൾക്ക് ആർക്കും എന്താണ് മനസ്സിലാവുന്നില്ല അവർ ചെയ്യുന്ന തെറ്റാന്ന്. അത് തെറ്റാന്ന് മനസ്സിലായിട്ടും കൂടെ നിൽക്കുന്നത് എന്താണ്, അവരുടെ കൂടെ എന്തെങ്കിലും പിടിവള്ളി കിട്ടിയാൽ എനിക്കും കൂടെ അങ്ങ് കയറി പോകാലോ എന്ന് കരുതിയിട്ടായിരിക്കും. വളരെ മോശം എന്ന് പറഞ്ഞാൽ വളരെ അധികം മോശമാണ്, വളരെ മോശമാണ്. ഇന്നലെ ആ ക്രിക്കറ്റ് മാച്ചിലൂടെ ഹനാൻ ഉണ്ടായിരുന്നു. ഒരു അക്ഷരം ഹനാനോട് ചോദിക്കാനോ അവിടുന്ന് ഇതാക്കാനോ ഒന്നും നിന്നിട്ടുണ്ടാവില്ലല്ലോ, കണ്ടാൽ മിണ്ടാണ്ട് പോയി കാണും. എന്നിട്ട് വേറെ ഏതൊരു ഓൺലൈൻ മീഡിയയ്ക്ക് പോയിട്ട് ലൈവ് കൊടുക്കുന്ന, ഏതൊരു ബൈറ്റ് കൊടുക്കുന്ന കണ്ടു. അവരെന്ത് വേണേൽ പറഞ്ഞോട്ടെ, ചെറിയ ആരോപണമൊന്നുമല്ല, വലിയ ആരോപണമാണ്. ഞാൻ വെറുതെ വിട്ടു. അങ്ങനെ വെറുതെ വിടേണ്ട കാര്യം എന്താ? ഇപ്പം അതാ ഈ ലൈവ് പുറത്ത് വിട്ടു എന്ന് പറഞ്ഞിട്ട് ആക്രോശിച്ചിരുന്ന് ഉറഞ്ഞു തുള്ളുന്നുണ്ടല്ലോ വെടിച്ചപ്പാട് കണക്കനെ. അതേമാതിരി ഹനാനെതിരെ എന്തുകൊണ്ട് തുള്ളിയില്ല? അപ്പോൾ അതിൽ വേറെ പറയുന്നുണ്ട്, ആണെങ്കിലും അല്ലെങ്കിലും, എന്നാലും തള്ളിക്കളയാൻ വേണ്ടി പറ്റില്ല. അല്ല, അങ്ങനെ ഒരു സാധനം ഇല്ല എന്ന് തള്ളിക്കളയാൻ പുള്ളിക്കാരിക്ക് പറ്റില്ല. ആണെങ്കിലും അല്ലെങ്കിലും അവിടെ അപ്പോഴും അതൊരു പോസിറ്റിവിറ്റി അവിടെ കൊടുത്തുകൊണ്ടാണ് പുള്ളിക്കാരി അതിനെ റിജക്റ്റ് ചെയ്യുന്നത്. അതും കൂടെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഈ പെണ്ണുമ്പിള്ളക്ക് എന്തിൻ്റെ കേടാ? ഈ വീട് വെച്ച് കൊടുത്ത ആൾക്കാർ, സ്ഥലം കൊടുത്ത ആൾക്കാർ, അതിനകത്തോട്ട് ഒരു മണലും കാര്യമാണെങ്കിൽ എന്ത് പാത്രം പോലും, ഒരു ബെഡ്ഷീറ്റ് വരെ വാങ്ങിക്കൊടുത്ത ആൾക്കാർ ഇപ്പം നെഞ്ഞത്തടിക്കുന്നു. ദൈവമേ, ഇങ്ങനൊരു വൃത്തികെട്ട ഭൂലോക ഇങ്ങനെയുള്ള ഒരു സ്ത്രീക്ക് വേണ്ടിയാണല്ലോ പല ആൾക്കാർ കോമ്പറ്റീഷനിലുണ്ടായിട്ട് ഈ സ്ത്രീക്ക് വേണ്ടിയിട്ടാണല്ലോ ഞങ്ങൾ 10 പൈസ ചിലവാക്കിയത്. മാന്യമര്യാദയ്ക്ക് കുടുംബം പോറ്റാൻ നിവൃത്തിയില്ലാതെ ജീവിക്കുന്ന വിധവകളുടെ കണ്ണിൽ മണ്ണ് വാരിയിട്ടിട്ടാണല്ലോ ഈ വക ഒരു വൃത്തികെട്ട ജന്തുവിന് ഞങ്ങൾ സ്ഥലവും വീടും കൊടുത്തതെന്ന് നെഞ്ഞത്തടിക്കുന്നുണ്ടാവും ആൾക്കാർ. ആ കിച്ചുവിൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക, കിച്ചുവിൻ്റെ വീട്ടുകാരുടെ അവസ്ഥ ആലോചിച്ച് നോക്കുക. സുധിയുടെ ചോയ്സ് തെറ്റായി പോയിരുന്നു. സുധി മരിച്ചിട്ട് ഇവള് സുധീൻ്റെ പേര് വെച്ച് വളർന്നു വന്നിട്ട് എൻ്റെ കെട്ടിയവനും കൂടെ നാണക്കേട്, എൻ്റെ മകനും കൂടെ നാണക്കേടുണ്ടാക്കുക, എൻ്റെ അച്ഛനും കൂടെ നാണക്കേടുണ്ടാക്കാന്ന് ആളുകൾ ചിന്തിക്കുന്ന അവസ്ഥ ആലോചിച്ച് നോക്കുക. എന്നിട്ട് ഈ പെണ്ണിന് ഒരു കൂസലുമില്ല. ഞാൻ നാളെ ലൈവ് ഇടും, ഇട്ടോ തങ്കപ്പച്ചേട്ടനെ അടുത്ത് നിർത്തിക്കോ, അതാകുമ്പോൾ കുറച്ചും കൂടെ അതുണ്ടാവും. പുള്ളിക്കാരനും കൂടെ കാണട്ടെ മകളുടെ എല്ലാവരും. പിന്നെ അതാ മാമനോ അമ്മാവനോ മാമൻ്റെ മോനോ മാമീൻ്റെ മോനോ വേറെ ആരോണ്ടോ ലൈവ് കയറി ശശിന്നോ എന്തോ പേര് പറയുന്നിട്ട് കുടുംബക്കാർ സഹിതം ഫാനാണ്. കുടുംബക്കാർക്കൊന്നൊരു വിഷയമല്ല, കുടുംബത്തോടെ നാറി വെളുത്തിരിക്കുക. അപ്പോൾ അവർക്ക് കയറി കാണണം. എന്താണ് ചെയ്യുക? ഇതിനൊക്കെ എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം? ലേശം ഉളുപ്പ് മാനം ഉണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറയാം. എന്താ അതുപോലും ഇല്ല. ചോറിന് വരെ മണ്ണാണോ തിന്നുന്നത്? പക്ഷെ മണ്ണ് തിന്നാലും ഇച്ചിരിയെങ്കിലും ബോധമുണ്ടാവും. ഇത് അതുപോലുമില്ല. എന്നിട്ട് ഒരു ഉളുപ്പും ഇല്ലാണ്ട് മീഡിയയ്ക്ക് മുമ്പിൽ വന്നിട്ട് അങ്ങോട്ട് പ്രസംഗിക്കുക. ഞാൻ നാളെ ലൈവ് ഇടും, ഞാൻ എൻ്റെ ചുണ്ട് പൊട്ടിയതാണ് കാണിച്ചത്, അപ്പോൾ ഈ കടിക്കല്ലേ എന്ന് പറഞ്ഞാൽ എന്താ? ആരോടാ? ഒറ്റയ്ക്ക് പറഞ്ഞാണോ? എന്താ വല്ല മൾട്ടിപ്പിൾ ഡ്യുവൽ പേഴ്സണാലിറ്റീസ് വല്ലതുണ്ടോ ഒറ്റയ്ക്ക് ഇരുന്ന് ഇങ്ങനെ സംസാരിക്കാൻ? സ്വയം കടിക്കല്ലേ എന്ന് പറയാം. അങ്ങനെ എന്തെങ്കിലും തകരാറുകൾ, ഐ മീൻ വട്ട് നസ് അങ്ങനെ എന്തെങ്കിലും?
കഷ്ടം. ആ കുട്ടീൻ്റെ കാര്യം, റതപ്പൻ്റെ കാര്യം ആലോചിക്കുമ്പോഴാണ് പാവ കൊച്ചിൻ്റെ ഗതികേട്. അമ്മയില്ല, അമ്മയുള്ള സമയത്താണെങ്കിൽ അമ്മ സബ്സ്ക്രിപ്ഷനിലെ കുട്ടന്മാരെ സൂചിപ്പിക്കാൻ വേണ്ടി നടക്കുക, സ്വന്തം മകൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്ത് അതിനെ പുറത്ത് കൊണ്ടുപോയിട്ട് അങ്ങനെയുള്ള വാല്യുറബിൾ മൊമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റയിലും സോഷ്യൽ മീഡിയക്കകത്തും ഷെയർ ചെയ്താൽ തന്നെ അവർക്ക് അത്യാവശ്യത്തിന് വ്യൂസും കാര്യങ്ങളും കിട്ടി. യൂട്യൂബിൽ നിന്ന് അത്യാവശ്യത്തിന് നല്ലൊരു വരുമാനം കിട്ടൂലേ. യൂട്യൂബിൽ നിന്ന് അത്യാവശ്യത്തിന് ഒരു വരുമാനം കിട്ടി, സബ്സ്ക്രിപ്ഷൻ ചാനൽ ആവശ്യമൊന്നുമില്ല. പക്ഷെ അവർക്ക് അത് വേണ്ട. ഇങ്ങനെ കുറച്ച് കാണിച്ചാൽ അവർക്കൊരു സുഖം, കാണുന്നവർക്കും മറ്റൊരു സുഖം. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ആളുകളെ എങ്ങനെയൊക്കെ സൂചിപ്പിക്കാവോ, എനിക്കത് മതി. ഞാൻ അങ്ങനെ ഒരു പുണ്യപ്രവൃത്തിയാണ് ചെയ്യുന്നത്. ഒരു വിധവ എന്ന നിലയിൽ ഞാൻ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറ്റു പുരുഷന്മാർക്ക് ഞാൻ ആഹ്ലാദം നൽകുന്നു, കുട്ടന്മാരെ ഞാൻ സന്തോഷിപ്പിക്കുന്നു. അങ്ങനെ വിധവ എന്ന നിലയിൽ ഞാൻ സന്തോഷവതിയാണ്. ശാരിക KB കാണുന്നുണ്ടല്ലോ അല്ലേ പുറത്തു വന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ. വേണമെങ്കിൽ സബ്സ്ക്രിപ്ഷൻ ആളെ കൂട്ടാൻ വേണ്ടി ഒരു ഹെൽപ്പ് ചെയ്തോളൂ, കൂടിക്കോളൂ. കമ്പനിക്ക് ഒരാളായല്ലോ. നിങ്ങൾ രണ്ടുപേരും ഒരു ഹെയറിൻ്റെ രണ്ടറ്റത്ത് കെട്ടാൻ പറ്റുന്ന സെയിം സാധനങ്ങളാണ്. അതുകൊണ്ട് പറഞ്ഞതാണ്. നാക്ക് കൊണ്ട് കേട്ടോ, പെരുമാറ്റം കൊണ്ടും വസ്ത്രം കൊണ്ടും നിങ്ങൾ അവരെക്കാൾ ഒരു പടിക്ക് മുകളിൽ തന്നെയാണ്, അത് സമ്മതിച്ചിരിക്കുന്നു. പക്ഷെ എന്തുകൊണ്ട് നിങ്ങൾക്ക് അവരെ പോലെ ബിഹേവ് ചെയ്യാൻ പറ്റുന്നു? അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ ഉള്ളേ, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഇതിനൊന്നും ആവശ്യമില്ലായിരുന്നു. ആ ഷെഫീന ബീവിനെ പോയി ചൊറിഞ്ഞതാണ് ഇവർക്കെല്ലാം വിന വന്നത്. ഇപ്പോഴും ചൊറിച്ച് നിർത്താനായില്ല, എന്നാലും കയറി മാന്തിക്കൊണ്ടിരിക്കുക. പുള്ളിക്കാരി മിക്കവാറും ഇവരുടെ വേരും പടലും പറിച്ച് മാറ്റി നടും. അതാണ് എനിക്ക് തോന്നുന്നത്. അതിനുള്ള എല്ലാ ഞൊളഞ്ഞു കുത്തലും രണ്ടും കൂടെ കാണിച്ചു കൂട്ടുന്നുണ്ട്. എവിടെ വരെ കാര്യങ്ങൾ പോകുന്ന അറിയില്ല. എന്താണെങ്കിലും ഇങ്ങനെയുള്ള സബ്സ്ക്രിപ്ഷൻ വീഡിയോസിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, മറന്നു പോരുത്.